ഹലോ, ഗുഡ് മോർണിംഗ്. 4 ദിവസത്തെ ഷിഫ്റ്റിന് ശേഷം ഇന്നൊരു ഓഫ് ഡേ ആണ്. ഒരു 8:30 ആയപ്പോൾ എഴുന്നേറ്റത്. ഒരു ക്ലൗഡി ഡേ ആണ് കേട്ടോ ഒന്ന്. അതുകൊണ്ട് രാവിലെ തന്നെ വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്നാലോചിച്ച് അങ്ങനെ താഴേക്ക് മെല്ലെ ഇറങ്ങിപ്പോയി. കിച്ചണിൽ പോയി. അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നുണ്ട്. കാരണം 4 ദിവസത്തെ ഷിഫ്റ്റ് ആയതുകൊണ്ട് രാവിലെ തിരക്ക് പിടിച്ച് ഇറങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ക്ലീനിങ് ഡേ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കുന്ന ആലോചിച്ചുള്ള നിപ്പാണ്. ഇന്നലെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മന്തി ഉള്ളതുകൊണ്ട് അത് കഴിച്ച് കിടന്നു. അപ്പോൾ മോക്കും എനിക്ക് ഇന്നലത്തെ 2 ദോശയുണ്ട്, അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. മോൾക്ക് എന്തുണ്ടാക്കും എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ കരുതി കുറച്ച് ബന്നും ബർഗർ ബൺസും പിന്നെ ക്യാപ്സിക്കം പിന്നെ കിംബർ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ബാക്കിയുണ്ട്. അത് ഈസി ആയിട്ട് പെട്ടെന്ന് ഒരു ബർഗർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മയണൈസും സോസും. പിന്നെ കുറേ നാളായി വിചാരിക്കുന്നു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. കാരണം എന്നെ അറിയുന്ന ഒരു 10,000-2000 പേര് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് പേരൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നു, വീഡിയോസ് ഒന്നും ഇല്ലല്ലോ, എന്താ വീഡിയോസ് ഒന്നും കാണാത്തേ. കാരണം ഞാനിവിടെ വന്നതിന് ശേഷം കുറച്ച് UK റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെ അതങ്ങ് മാറി. കാരണം ബിസി ലൈഫായി, ക്ലാസ് ഷിഫ്റ്റ് ഒക്കെ. അന്ന് പാർട്ട് ടൈം ആണെങ്കിലും ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. അന്ന് പാർട്ട് ടൈം ആയിരുന്നെങ്കിലും ഇന്നിപ്പോൾ ഞാൻ ഫുൾ ടൈം ഷിഫ്റ്റിലാണ്. അപ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ഒരു സമയമില്ല, ബിസിയാണ്. 2 ദിവസം ലോങ് ഡേ ആണ്. അങ്ങനെ ഷിഫ്റ്റ് അങ്ങനെയാണുള്ളത്. അപ്പോൾ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ അത് ഞാൻ ഫ്രീ ആണ്. ചിലപ്പം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സാറ്റർഡേ സൺഡേസോ അല്ലെങ്കിൽ ഫ്രൈഡേ അങ്ങനെ വർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഞങ്ങളിപ്പോൾ വീട് ഷിഫ്റ്റ് ആയപ്പോൾ സ്വന്തമായിട്ട് റെൻ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിലൊരു വീട് നമ്മളെടുത്തു. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഫ്രീ ആയി. അപ്പോൾ ഞാൻ കരുതി ഇനി മാറ്റി വെച്ചാൽ നടക്കില്ല. അപ്പോൾ ഒരു കാര്യം ഇങ്ങനെ മാറ്റി വെച്ച് കുറേ ആയി ഞാൻ ഈ വീഡിയോസ് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഇന്ന് തന്നെ തുടങ്ങാം. ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ മോൾ വർത്താനം പറയുന്ന നല്ല സൗണ്ട് ഉണ്ടാവും കേട്ടോ. നാട്ടിലേക്ക് വിളിച്ച് സംസാരിക്കാം. അപ്പോൾ ഇന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റോടുകൂടി നമുക്കങ്ങ് തുടങ്ങിയാലോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബർഗർ ആക്കുന്ന ടൈം കൊണ്ട് മോൾ എഴുന്നേറ്റ് വന്നു കേട്ടോ. എഴുന്നേറ്റ് വന്ന പിന്നെ ആദ്യത്തെ ചോദ്യം ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ്? ബർഗറാന്ന് കേട്ടപ്പോൾ പുള്ളിക്കാരത്തേക്ക് സന്തോഷമായി. അങ്ങനെ അതൊക്കെ കഴിച്ച് വീട്ടിലേക്കൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവൾക്ക് മദ്രസ ഓൺലൈനിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു, അതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ബാക്കിയുള്ളത് ക്ലീനിങ് ആണ്. ഡൈനിങ്ങും കിച്ചണും ഒക്കെ ക്ലീനിങ്ങിനുണ്ട്. കാരണം പൊടിയുണ്ട്, അത്യാവശ്യം നല്ല പൊടി ഉണ്ടാവും. പിന്നെ 2-3 ദിവസം നമ്മൾ മോപ്പൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. എനിക്കിതുപോലെ ഫ്ലവേഴ്സ് വാങ്ങി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ശരിക്കും വന്നിട്ട് 1.5 വീക്ക് ആവുന്നേ ഉള്ളൂ. അപ്പോൾ വാങ്ങിയ ഫ്ലവറാണ്. അപ്പോൾ അതിൽ കുറേ ബഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുപാട് വിരിഞ്ഞു. അങ്ങനെ ഞാൻ പതിയെ ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഡൈനിങ് ഒരു സൈഡ് അങ്ങനെ തീർത്ത് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഡെലിവറി ഉണ്ടായിരുന്നു. പക്ഷേ ഷിഫ്റ്റ് ആയതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ എവിടെ ഫിക്സ് ചെയ്യാം എന്നാലോചിച്ച് അതൊക്കെ അങ്ങനെ ഫിക്സ് ചെയ്തിരുന്നു. ഞാൻ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ടുള്ള വരവാണ് ആ വരവ്. കിച്ചണിൽ നിൽക്കുമ്പോഴാണ് നോർമലി അവൾക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടം. കട്ട് ചെയ്യാനും സോട്ട് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതുപോലെ ഓയിൽ ഒഴിക്കാൻ, കുറച്ച് ഡേഞ്ചറായിട്ടുള്ള പരിപാടികൾ ഭയങ്കര ഇഷ്ടമാണ്. കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കൈ മുറിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറില്ല. ഫ്ലോറ് വുഡ് ആയതുകൊണ്ട് തന്നെ വാക്യൂം പിടിക്കാറില്ല ഞാനിങ്ങനെ ഓരോന്ന് ബ്രഷ് ചെയ്തെടുക്കാറാണ് ചെയ്യാറ്. ഞാൻ ബ്രഷ് ചെയ്തപ്പം ഇഷ എന്നോട് പറഞ്ഞു, ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മോപ്പ് ചെയ്തോളാം എന്ന്. ബ്രഷ് ചെയ്യാൻ ഒരുപാട് എന്നോട് ചോദിച്ചു. പക്ഷെ ഞാൻ ബ്രഷ് ചെയ്യാൻ കൊടുത്തില്ല. കാരണം അതെനിക്ക് ഡബിൾ പണിയാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ബ്രഷ് ചെയ്തു. ബ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇഷ മോപ്പും സ്പ്രേയും എല്ലാം എടുത്തുകൊണ്ട് വന്ന് അതെല്ലാം സ്പ്രേ ചെയ്ത് ക്ലീനിങ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ബോട്ടിൽ സ്പ്രേ ഇന്ന് മുഴുവൻ സ്പ്രേ ചെയ്ത് തീർക്കും. കാരണം സ്പ്രേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇഷയ്ക്ക് അത് ശരിക്കൊരു ഹരമാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് എല്ലാ ഭാഗവും. ഞാൻ പറയേണ്ടൊന്നും വന്നില്ല കേട്ടോ. ഇഷ്ടമുള്ള കാര്യം അവൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി.
അങ്ങനെ ആ പരിപാടി കഴിഞ്ഞപ്പം കിച്ചണിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. ബോട്ടിൽസ് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് കിച്ചണിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബൊക്കെ വാങ്ങിയിട്ട് അത് 2ആയിട്ട് കിച്ചണിലും വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു പോർഷൻ. അങ്ങനെ അത് ഞാൻ വെള്ളമൊക്കെ ക്ലിയർ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ തലേന്ന് ദിവസത്തെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഡിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ക്ലീനിങ് 2-3 ദിവസം ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും നമുക്ക് കുറച്ച്. പിന്നെ ഒരു പരിപാടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ ഓരോന്നോരോന്ന് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ വെള്ളം പുറത്തുനിന്ന് വാങ്ങുകയാണ് കേട്ടോ. നമ്മൾ ബോട്ടിൽ ഇങ്ങനെ ഇവിടെ ക്ലോറിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് തന്നെ അതിനൊരു ടേസ്റ്റ് വ്യത്യാസമാണ്. അപ്പം ഒരു എന്തോ പോലെയാണ് കുടിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് ബോട്ടിൽ വാങ്ങുകയാണ്. ഇപ്പോൾ ഇങ്ങോട്ട് മാറിയപ്പോഴാണ് നമ്മളങ്ങനെ വാങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു. ഇനി പോയി ഫ്രഷായി കുളിച്ച് എന്നിട്ട് പുറത്ത് പോകണം. ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ല, തിരിച്ച് വന്നിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇഷിക്കുന്ന മിനോഫൽസിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയിട്ട് അവൾക്ക് ബോബോ വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമ്മൾ ഗ്രോസറി ഷോപ്പിൽ പോയി വാങ്ങി. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കേട്ടോ, പച്ചക്കറികൾ, അതായത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്കിവിടെ മലയാളി ഷോപ്പുകളുണ്ട്. അതൊക്കെ അവിടെ പോയൊക്കെ വാങ്ങി നമ്മളങ്ങനെ പോവാണ്. സമ്മർ ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. 29 ഡിഗ്രിയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ പോകുമ്പോൾ. സൈഡിൽ നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് ഈ സമ്മർ ടൈം ആകുമ്പം കൗൺസിലിൽ നിന്ന് അവർ കൊണ്ടുപോയി വെക്കുന്നതാണ്. അങ്ങനെ നമ്മൾ മിനോഫിൽസിലെത്തിയപ്പം ഇഷയ്ക്ക് വേണ്ട സാധനം അവിടെ പറഞ്ഞു. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യാണ്, കാരണം കുറേ ദിവസമായി പറയണു. അതവിടെ ആയിക്കൊണ്ടിരിക്കുക. ഇതങ്ങനെ കറങ്ങി ഇനി വേറൊരു മെഷീനിൽ പോയി അത് നമുക്ക് കവർ ചെയ്തൊക്കെ തരും കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഒരു രസം, ഒരു കൗതുകം. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ സാധനം നമ്മുടെ കയ്യിൽ കിട്ടി. വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഇവിടെ ഒരാൾ. ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. അങ്ങനെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് വന്നു. ശരിക്ക് 2 സാധനം വാങ്ങാൻ പോയതാണ് കേട്ടോ. പക്ഷെ കൈ നിറയെ എൻ്റെ കയ്യിൽ 4 കവർ, ഇക്കയുടെ കയ്യിൽ 4 കവറൊക്കെ ആയിട്ട് തിരിച്ചു വന്നു. അതങ്ങനെയാണല്ലോ, സ്വാഭാവികം. അപ്പോൾ പോയപ്പോൾ എനിക്ക് ഒരു ഫേവറേറ്റ് സാധനം കിട്ടി. നാട്ടിൽ നിന്ന് എൻ്റെ ഫേവറേറ്റ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. പക്ഷെ ഇവിടെ എത്തിയപ്പം നാട്ടിൽ മിസ് ചെയ്യുന്ന ഒരു സാധനത്തിലെ എൻ്റെ മെയിൻ സാധനം ഇതായിരുന്നു. ഇതുകൊണ്ട് എൻ്റെ ഉമ്മ ഒരു കറി ഉണ്ടാക്കും, പാവയ്ക്ക് വറുത്തരച്ചിട്ടൊരു കറി. അതിൽ തേങ്ങാക്കൊത്ത്, കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്. അതിന് കയ്പുണ്ടാവില്ല കേട്ടോ. ശരിക്കും എൻ്റെ പപ്പയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കറി അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. ഉമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ. എത്ര ചെയ്താലും ആ ടേസ്റ്റ് കിട്ടുന്നില്ല. പക്ഷെ ഒന്ന് ട്രൈ ചെയ്യണം. അത് പറയുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുന്നു. ചോറ് കഴിച്ചിട്ടില്ല, വിശക്കുന്നുമുണ്ട്. അങ്ങനെ പിന്നെ അച്ചാർ. ഇവിടെ വന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അച്ചാർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, ഷെൽമ. ക്യാരറ്റും പാവയ്ക്കയും കൂടെ അച്ചാറിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇക്കാക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പിന്നെ തോരൻ വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഷോപ്പിംഗ് വിശേഷങ്ങൾ. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വീട്ടിലേക്ക് വേണ്ട കുറേ സാധനങ്ങൾ. വീക്കിലി ഷോപ്പിംഗ് ഒന്നുമല്ല, കാരണം സാധനങ്ങൾ ഇങ്ങനെ കഴിയുമ്പോൾ നമ്മൾ പോയി വാങ്ങും, അത്ര തന്നെ. എല്ലാ വീക്കും ഷോപ്പ് ചെയ്യുന്നില്ല. കഴിയുന്ന സാധനം അങ്ങനെ റീസ്റ്റോക്ക് ചെയ്യും. അങ്ങനെ. അപ്പോൾ ഇങ്ങനെന്താ പരിപാടി? ഞാനിപ്പോൾ കുളിച്ചതേയുള്ളൂ. ഇപ്പം ഞാൻ ഡ്രസ് മാറി കുക്ക് ചെയ്യാൻ പോകണം. നമുക്ക് കുളിക്കണം. എൻ്റെ പപ്പാക്കും കുളിക്കണം. അപ്പോൾ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വരാം. ഫുഡ് കഴിച്ചിട്ടില്ല, വിശന്നിട്ട് വയ്യ. അപ്പോൾ ഫ്രഷ് ആയിട്ട് കാണാം. ഇതൊക്കെ ഇപ്പം തന്നെ എടുത്തു വെച്ചില്ലെങ്കിൽ ഒന്ന് മേലെ പോയി താഴെ വരുമ്പോഴേക്കും മടിയാവും. അപ്പോൾ പിന്നെ ഇത് കയ്യോടെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒക്കെ കണ്ടപ്പോഴേ എന്നെ ചീത്ത പറഞ്ഞു, എന്തിനാണ് അൻസാന്ന് ചോദിച്ചിട്ട്. കാരണം സമയമില്ലല്ലോ. പിന്നെ വൈകുന്നേരത്തിന് മന്തി ഉണ്ടാക്കി. അത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു മന്തിയായിരുന്നു കേട്ടോ. ഫിഷ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഞാനത് ഗ്രില്ല് ചെയ്ത പോലെ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഗ്രില്ല് ചെയ്യാനൊന്നും പറ്റിയില്ല, അതിനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ പാനിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ ഇതിൻ്റെ ബാക്കി വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി സത്യത്തിൽ. ഫുഡ് കഴിച്ചപ്പം എൻ്റെ സ്റ്റോറേജ് ഫുൾ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ മന്തി എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.